ഗൈസ് അപ്പോൾ റീസെൻ്റ് വണ്ടിക്കകത്ത് ഡിസ്ക് സെറ്റ് ചെയ്തപ്പോഴത്തേക്കിന് കാലിബറിനകത്ത് വരുന്ന എയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിബറിനിട്ട് അഴിക്കാൻ നേരത്ത് അത് പൊട്ടിപ്പോയി. അപ്പം പുതിയ കാലിബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10,200 അടുപ്പിച്ച് റേറ്റ് വരും. അപ്പം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെയ്ത്തി കൊടുത്തിട്ട് വെൽഡ് അഴിച്ചെടുക്കാനാണ് നോക്കുന്നത്. അപ്പം അതായിരിക്കും ലാഭം. അതാകുമ്പോഴത്തേക്കിന് 10-200 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. അല്ലെങ്കിൽ കൈ ഒറ്റയടിക്ക് 1,200 രൂപ പോകും. അപ്പോൾ ലെയ്ത്തി പോയിട്ട് ബാക്കി നോക്കാം. ഗൈസ് അപ്പം കാലിബർ ലെയ്ത്തി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാലിബറിൻ്റെ പൊട്ടിപ്പോയ നട്ടിൻ്റെ മേളിൽ അത് നല്ലതുപോലെ ഒന്ന് സ്പോട്ട് ചെയ്തതിന് ശേഷം ഒരു ടീ വെച്ചിട്ട് അതിൻ്റെ മേളിൽ 4 സൈഡും നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് അവർ വെൽഡ് അടിച്ച് തരുന്നതായിരിക്കും. വെൽഡ് അടിച്ച് തന്നതിന് ശേഷമാണ് നമ്മൾ അഴിക്കാൻ പറ്റത്തുള്ളൂ. ഗൈസ് അപ്പോൾ എയർ നെറ്റിൻ്റെ മേളിൽ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ടീയുടെ മേളിലും അതേപോലെ തന്നെ സ്പോട്ടും കാര്യങ്ങളും ചെയ്ത് അതും തട്ടി ഇളക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാലിബറിൻ്റെ മേളിൽ എയർ നെറ്റിൻ്റെ മേളിൽ ആ ടീ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കും. ആ 4 സൈഡും നല്ലതുപോലെ അവർ സ്പോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത് അഴിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പം ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ 4 സൈഡിലും അവർ നല്ലതുപോലെ അവർ സ്പോട്ട് ചെയ്ത് വെച്ച് തരും. നല്ലപോലെ സ്പോട്ട് ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ തിരിക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരാതിരിക്കാനും പൊട്ടി വരാതിരിക്കാനുമാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ സ്പോട്ട് ചെയ്ത് വെച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് അവർ അഴിച്ചെടുക്കുന്നത്. ഗൈസ് അപ്പോൾ ഇതിപ്പം വെൽഡടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വെൽഡടിച്ച് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അധികം തണുക്കാനൊന്നും നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. വേറെ പ്രശ്നമോ കാര്യമൊന്നും വന്നില്ല. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സാധാരണ ടീ യൂസ് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ തിരിച്ച ഉടനെ അത് പെട്ടെന്ന് കയറി തിരിക്കില്ല, പെയ്യെ തിരിക്കാവും. പെയ്യെ തിരിച്ച ഉടനെ സംഭവം ഒരു നോർമലായിട്ട് തന്നെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയൊരു നട്ട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതായിരിക്കും. ഗൈസ് അപ്പം പുതിയ എയർ നെറ്റും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. വണ്ടി ഓൾറെഡി വർക്ക്ഷോപ്പിലായിരുന്നു. എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് ഓയിലും കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കേ.